പ്രൈസ് ദി ലോർഡ്. നമുക്ക് നമ്മൾ ലളിതമായ ഭാഗങ്ങളൊക്കെ ഏകദേശം കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. ഇനി കുറച്ചുകൂടെ ലളിതമല്ലാത്ത ഭാഗങ്ങളാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വളരെയധികം പ്രാർത്ഥന ആവശ്യമുണ്ട്. 33-ാമത്തെ പേജിൽ പുസ്തകം ഉള്ളവർക്ക് 33-ാമത്തെ പേജ് എടുക്കാം. അതിൽ ഇത് വായിക്കുന്നതിനോ പഠിക്കുന്നതിനോ മുമ്പ് ഒരു പ്രാർത്ഥന ചേർത്തിട്ടുണ്ട്. അത് ഞാൻ ഉറക്കെ പ്രാർത്ഥിക്കാം. പുസ്തകമുള്ളവര് ഫോളോ ചെയ്യുക, അല്ലാത്തവര് പ്രാർത്ഥനാപൂർവ്വം ശ്രവിക്കുക. പേജ് 33-ലാണത്. ഏക സത്യദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാണെന്ന് അരുളിച്ചെയ്ത കർത്താവേ, ഈ പഠനം വഴി ദൈവിക ജീവനിലുള്ള പങ്കാളിത്തം തന്നെയായ നിത്യജീവൻ ഞങ്ങൾക്ക് നൽകണമേ. ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ ബുദ്ധിമതികളിലും വിവേകികളിൽ നിന്ന് മറച്ചു വെക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്യുന്ന അങ്ങ് യേശുവിനെ ആഴത്തിൽ അറിയാൻ അനുഭവിക്കാനും ഇടയാക്കും വിധം ബുദ്ധി പ്രകാശിപ്പിക്കുകയും ഹൃദയം ജ്വലിപ്പിക്കുകയും ചെയ്യണമേ. ഈ പഠനവേളയിൽ ദൈവിക രഹസ്യങ്ങളിലെ ആഴങ്ങളിലേക്ക് ഞങ്ങളെ നയിച്ച് അങ്ങേക്കായുള്ള ദാഹം ശമിപ്പിക്കണമേ. എളുപ്പത്തിൽ ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടായി തോന്നുമ്പോൾ അങ്ങേ സഹായം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് മുന്നേറാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ബോധജ്ഞാനത്തിന്റെ സിംഹാസനമായ പരിശുദ്ധ മറിയമേ, ഈ ഉദ്യമത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ആമുഖമായ 1-2 കാര്യങ്ങൾ പറയാമെന്ന് വിചാരിക്കുകയാണ്. ഈശോയെ പറ്റിയുള്ള പഠനം കേട്ട് ഇരിക്കുമ്പോൾ രസം തോന്നുന്ന കാര്യമല്ല. ഇന്നത്തെ കാലത്ത് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ അന്ത്യകാലത്തിന്റെ പ്രത്യേകത കേൾക്കാൻ ഇമ്പമുള്ള പ്രസംഗകരെ വിളിച്ചു വിട്ടെന്ന് പറയുന്നത് അതൊരു മുന്നറിയിപ്പ് തന്നെയാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അങ്ങനെ ടെൻഡൻസി ഉണ്ട്, കേട്ടിരിക്കാൻ രസമുള്ള കാര്യം ഒരു കൂടുതൽ താല്പര്യം തോന്നുക. പക്ഷേ നമുക്കറിയേണ്ടത് സത്യമാണ്. ഈശോ പറയുന്നത്, നിങ്ങൾ സത്യം അറിയുക, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. കേൾവിക്ക് ഇമ്പമുള്ളത് കേട്ടത് സത്യമാണെന്ന് നിർബന്ധമില്ല. അതായത് നമ്മളെ വിമോചിപ്പിക്കുന്ന സത്യം അവിടെ ഉദ്ദേശിക്കുന്നതാണ്, വിമോചിപ്പിക്കുന്ന സത്യം. യേശുവിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് നമ്മളെ വിമോചിപ്പിക്കുന്ന സത്യം. അത് കേൾക്കാൻ ഇമ്പമുള്ളതാണോ അല്ലയോ എന്നുള്ള വിഷയമല്ല. നമ്മളൊരു മരുന്ന് കഴിക്കുമ്പോൾ ആ മരുന്ന് വായിലിട്ടാൽ കയ്ക്കും, പ്രത്യേകിച്ച് കഷായം നീടുമ്പോൾ തുപ്പിക്കളയുക. കാരണം അത് കയ്പുണ്ടെങ്കിലും അത് വയറ്റിനകത്ത് ചെന്നാൽ സൂക്കേട് മാറും. അതുപോലെ ഈശോയെ പറ്റിയുള്ള പഠനം മുന്നോട്ട് പോകും തോറും കൂടുതൽ ക്ലേശകരമായി അനുഭവപ്പെട്ടേക്കാം. ഞാൻ മുൻകൂട്ടി പറയുകയാണത്. ഇതൊരു കുരിശെടുക്കലാണ് വാസ്തവത്തിൽ. നോമ്പ് കാലത്തിൽ ഈ ഭക്ഷണം ഒരു നേരം ഒഴിവാക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ ചോക്ലേറ്റ് ഉപേക്ഷിക്കുന്നതിനേക്കാളും ഒക്കെ എത്രയോ വലിയൊരു ഫലദായകമായ കുരിശെടുക്കലാണ് ഈ പഠനത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ ബോധപൂർവം മുൻകൂട്ടി സ്വീകരിച്ചുകൊണ്ട് അത് പഠിക്കാനായിട്ട് തയ്യാറാകുക എന്നുള്ളത്. ജോൺ മരിയ വിയാനി പുണ്യവാന്റെ പറഞ്ഞ കാര്യം അതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. വീണ്ടും ഞാൻ ഓർപ്പിക്കുകയാണ്. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായത്തില് 5 മുതൽ വാക്യത്തിൽ സർവശക്തനാധിപൻ എന്ന ഏറ്റവും പ്രധാന ഏകകൽപ്പന, എന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. അവിടെ ശക്തി എന്ന വാക്ക്, ആ കൽപ്പന ഈശോ പിന്നീട് പുതിയ നിയമത്തിൽ എടുത്തു പറയുമ്പോൾ ശക്തി മാറ്റിയിട്ട് മനസ്സെന്നാക്കിയിരിക്കുകയാണ്. പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും എന്നുള്ള നിയമാവർത്തനത്തിലെ ആ വാക്ക് വിവരണം വ്യത്യാസപ്പെടുത്തി ഈശോ അത് ശക്തി മാറ്റിയിട്ട് മനസ്സെന്നാക്കി, പൂർണ്ണ മനസ്സോടെ. എന്തുകൊണ്ടായിരിക്കണം? ജോൺ മരിയ വിയാനിപ്പനിലേക്ക് തരുന്ന വിശദീകരണം അതിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. ഈ പുണ്യവാൻ പറയുന്നത് എങ്ങനെയാണ്? പൂർണ്ണ മനസ്സോട് ദൈവത്തെ സ്നേഹിക്കുന്നതിനർത്ഥം ദൈവത്തെ പറ്റിയുള്ള അറിവ് നേടാൻ കഠിനാധ്വാനം ചെയ്യുക എന്നാണ്. ദൈവത്തെ പറ്റിയുള്ള അറിവ് നേടാൻ കഠിനാധ്വാനം ചെയ്യുക. എന്തുകൊണ്ടാണ് പഴയ നിയമത്തിൽ ശക്തി എന്നും പുതിയ നിയമത്തിൽ മനസ്സെന്നും പറയുന്നത്? പുതിയ നിയമത്തിൽ മാത്രമേ ദൈവത്തെ അറിയാനുള്ള പ്രാപ്തി നമുക്കായിട്ടുള്ളൂ. പഴയ നിയമത്തിൽ മറഞ്ഞിരിക്കുന്ന ദൈവമായിരുന്നു. ഈശോ മിശിഹായിലൂടെ ദൈവം ദൃശ്യനായി.
ഈശോ എന്ന വ്യക്തി തന്നെ ദൈവത്തിന്റെ ദൃശ്യരൂപമാണ്. ഈശോയുടെ വാക്കുകളും പഠനങ്ങളും എല്ലാം ദൈവത്തെ വെളിപ്പെടുത്തുന്നതായിരുന്നു. അപ്പൊ ഈശോയുടെ വരവോടുകൂടി ദൈവത്തെപ്പറ്റി അറിയാനുള്ള വഴി തുറക്കപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനി ആയിരിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ പ്രത്യേക അർത്ഥത്തിൽ ദൈവത്തെ പറ്റിയുള്ള ജ്ഞാനത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് തീമോഥെയോസിന്റെ ലേഖനം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ലേഖനത്തിൽ പറഞ്ഞല്ലേ, ദൈവത്തെ പറ്റി അറിയാത്തവരെ അവസാന ദിവസം ദൈവം ശിക്ഷിക്കും. കാരണം അറിയാനുള്ള സാധ്യത ഉണ്ടായിട്ടും പഴയ നിയമജനം ദൈവത്തെ പറ്റി അറിയാൻ വേണ്ടി ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്ക് പൂർണ്ണമായി വെളിപ്പെടുത്തപ്പെട്ടിരുന്നില്ല മിശിഹ വരുന്നത് വരെ. അപ്പൊ ഈശോയിലൂടെ ദൈവിക വെളിപാട് പൂർത്തിയായെന്ന് എബ്രായ ലേഖനത്തിൽ 1:1 വായിക്കുന്നുണ്ടല്ലോ. പ്രവാചകന്മാരുള്ള ദൈവം പണ്ട് ഘട്ടം ഘട്ടമായി സംസാരിച്ചു, എന്നാൽ തന്റെ പുത്രനിലൂടെ അവസാനം അർത്ഥം ഇറ്റ്സ് ഫുൾനെസ്, പൂർണ്ണതയിൽ. അപ്പൊ അതുകൊണ്ട് യേശുവെ പറ്റി പഠിക്കാൻ നമ്മൾ ബാധ്യസ്ഥരായിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അതിനുവേണ്ടിയുള്ള അധ്വാനം, പരിശ്രമം ഒരു ദൈവസ്നേഹ പ്രവൃത്തിയാണ്. അതുകൊണ്ട് തന്നെ അതിന് വരുന്ന ക്ലേശങ്ങളെല്ലാം നമ്മൾ സ്വീകരിക്കാനായിട്ട്. ഇനി വേറെന്നുള്ളത്, നമുക്ക് അറിയാൻ സാധിച്ചെന്ന് വരികയില്ല, പല കാര്യങ്ങൾ മനസ്സിലായെന്ന് വരികയില്ല. അതിന് സഭാപിതാക്കന്മാർ അതിനുള്ള കാരണങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ അതിലേക്ക് നമുക്ക് പോയാൽ നമ്മൾ ഇന്നത്തെ വിഷയം തീരുകയില്ല. അപ്പോ അറിയാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അത് ദൈവമായത് കൊണ്ടാണ്. നമ്മൾ മനുഷ്യനുമാണ്. നമ്മുടെ ദൈവവും നമ്മൾ മനുഷ്യനും തമ്മിൽ ഉള്ള അകലം ഒരുപാട് വ്യത്യാസമുണ്ട്. കർത്താവ് പറയുന്നുണ്ട്, എന്റെ ചിന്ത നിങ്ങളുടെ ചിന്ത പോലെയല്ല. ഈ ചിന്ത എന്ന് പറയുന്നത് അറിവുമായിട്ട് ബന്ധപ്പെട്ടതാ. എന്റെ ചിന്ത നിങ്ങളുടെ ചിന്ത പോലെയല്ല. ആകാശം ഭൂമിയും തമ്മിൽ എന്തോരം വ്യത്യാസമുണ്ട്, അത്രയും വ്യത്യാസമുണ്ട് നിങ്ങളുടെ ചിന്തയും എന്റെ ചിന്തയും തമ്മിൽ, കർത്താവ് പറയുന്നു. അതുപോലെ നമ്മൾ പരിശ്രമിക്കുകയാണ്. വളരെ സാഹസികമായ ഒരു പ്രവൃത്തിയാണ് കർത്താവ് ഈശോയെ അറിയാന്നുള്ളത്. IAS അങ്ങനെ എളുപ്പമാണ്. മാനുഷിക ബുദ്ധി മാത്രം മതി. ഈ ദൈവിക ജ്ഞാനം ഉണ്ടെങ്കിലേ ഈ അറിവിലേക്ക് വരാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇതിന്റെ ക്ലേശം, ഇതിന്റെ ഭാരം ഒക്കെ നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ യാത്ര ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇത് പിന്നെ കുറെ കഴിയുമ്പോൾ ഇടയ്ക്ക് ഇട്ടുകളയും. ഇത് വലിയ ബുദ്ധിമുട്ടാണ്, ഇത് മനസ്സിലാക്കാൻ പ്രയാസമാണ്, ഇട്ടുകളയും. അങ്ങനെ ആകാൻ പാടില്ല. അപ്പൊ നമ്മൾ ദാഹം അനുസരിച്ച് കർത്താവ് നമുക്ക് തന്നെ ചിലപ്പോൾ ക്ലാസ് കേട്ടിട്ട് മനസ്സിലാകാത്ത കാര്യം പിന്നീട് നിങ്ങൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ വെളിച്ചം അതേപ്പറ്റി കിട്ടും. എനിക്ക് വ്യക്തിപരമായിട്ട് അങ്ങനെ പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട്. ദൈവശാസ്ത്രം പഠിക്കുമ്പോൾ ക്ലാസ്സിൽ വലിയ വലിയ പ്രഗത്ഭരായ പ്രൊഫസേഴ്സ് വന്ന് പഠിപ്പിയോട് ഒന്നും മനസ്സിലാകുന്നില്ല ക്ലാസ്സിൽ. പക്ഷെ പിന്നീട് ദൈവികാരുടെ സന്നിധിയിൽ പോയിരിക്കുമ്പോൾ ആ പറഞ്ഞതിൻ്റെയൊക്കെ പൊരുളുകൾ പതുക്കെ കർത്താവ് തന്നെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് തരും. അതുകൊണ്ട് ഈ പഠനത്തോടൊപ്പം പ്രാർത്ഥനയും, ഈ പഠിച്ച വിഷയം പ്രാർത്ഥനാ വിഷയമാക്കുകയും കൂടി ചെയ്യേണ്ട അത്യാവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. നമ്മൾ യേശു ക്രിസ്തുവാണ് എന്ന വിഷയം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആരംഭിച്ചിരുന്നു. അന്നൊരു വളരെ സിമ്പിളായ കുറെ കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. കാരണം ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയ്ക്ക് അതിന്റെ ആഴത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സമയമായിട്ടില്ലായിരുന്നു, അല്ല നമുക്ക് ഒരുക്കം ആയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് വളരെ സിമ്പിളായ കാര്യങ്ങൾ ആ വിഷയത്തെ പറ്റി പറഞ്ഞു. ഇന്ന് നമ്മൾ ഇച്ചിലൂടെ ആഴത്തിലേക്ക് പോവുകയാണ്. നമ്മൾ അവതരിപ്പിക്കുന്നത് ഈ കത്തോലിക്കാ സഭയുടെ മതബോധ ഗ്രന്ഥത്തിന്റെ 436 ഖണ്ഡികയുടെ ഒന്ന് വായിക്കാം. അതിനെ ആസ്പദമാക്കിയാണ് ഇന്നത്തെ ക്ലാസ്. 436 പറയുന്നത് ഇങ്ങനെയാണ്. CCC 436. അഭിഷിക്തൻ എന്നർത്ഥമുള്ള മിശിഹ എന്ന ഹീബ്രു വാക്കിന്റെ പരിഭാഷയാണ് ക്രിസ്തു. നമ്മൾ നേരത്തെ പറഞ്ഞതാണല്ലോ. ഈശോ മിശിഹ എന്ന് പറയാറുണ്ട്. അത് ഹീബ്രു ഭാഷയാ മിശിഹ എന്നുള്ളത്. യേശു ക്രിസ്തു എന്നുള്ളത് ഗ്രീക്ക് ഭാഷയുമാണ്. അപ്പൊ രണ്ടും, മിശിഹ എന്ന് പറഞ്ഞാലും ക്രിസ്തു എന്ന് പറഞ്ഞാലും അഭിഷിക്തൻ എന്നാണ് അർത്ഥം. അഭിഷിക്തൻ, ഈ അഭിഷിക്തൻ എന്ന വാക്കിന് വലിയ അർത്ഥമുണ്ട്. നമ്മളിപ്പോ പലപ്പോഴും ഒരു ധ്യാനം നടക്കും, നല്ല അഭിഷേകമുള്ള ധ്യാനമായിരുന്നു പറയും, നല്ല അഭിഷേകമുള്ള പ്രാർത്ഥന എന്ന് പറയും. പലപ്പോഴും ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിന്റെ ശരിയായ അർത്ഥത്തിൽ നിന്ന് മാറി പ്രയോഗിച്ചു പോയതാണത്. അഭിഷിക്തൻ എന്ന വാക്കിനർത്ഥം എന്താണ്? പഴയ നിയമത്തിൽ രാജാക്കന്മാരെ വാഴിക്കുന്നത് മിക്കവാറും പ്രവാചകന്മാർ തന്നെയാണ്. അവര് വന്നിട്ട് ഈ തിരുപ്പട്ടം കൊടുക്കുന്ന പോലെ, തിരുപ്പട്ടം കൊടുക്കുമ്പോൾ കണ്ടിട്ടില്ലേ, തിരുപ്പട്ടം മെത്രാൻ തൈലമെടുത്ത്
പുരോഹിതാർത്ഥിയുടെ നെറ്റിയിൽ പൂശിയാണ് പുരോഹിത പട്ടം കൊടുക്കുന്നത്. അപ്പൊ അതുപോലെ അന്ന് പ്രവാചകൻ വന്നിട്ട് രാജാവാകാൻ ദൈവം ദൈവമാണ് നിശ്ചയിക്കുന്ന രാജാവ് ആരാണെന്ന്. ദൈവം തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്ന പ്രവാചകൻ ആരായിരിക്കും രാജാവ്. അവനെ ഔദ്യോഗികമായി ഒരു കർമ്മം തന്നെയാണ് പ്രവാചകനും അവന്റെ തലയിൽ തൈലം ഒഴിച്ച് തൈലം പൂശി അഭിഷേകിക്കുന്നതാണ് അഭിഷിക്തൻ. അപ്പൊ പഴയ നിയമ പാരമ്പര്യത്തിൽ 3 തരത്തിലുള്ള ആൾക്കാരെയാണ് ഇങ്ങനെ അഭിഷേകം ചെയ്തിരുന്നത്. ഒന്ന് രാജാക്കന്മാരാകുന്നവരെ, 2 പുരോഹിതരാകുന്നവരെ, ചില സന്ദർഭങ്ങളിൽ പ്രവാചകരാകുന്നവരെ. അപ്പൊ ഈ അഭിഷിക്തൻ എന്ന വാക്ക് പഴയ നിയമത്തിൽ പശ്ചാത്തലത്തിൽ എപ്പോഴും മനസ്സിലാക്കിയിരുന്നത് രാജാവിനോടും പുരോഹിതനോടും പ്രവാചകനോടും ബന്ധപ്പെടുത്തിയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് വീണ്ടും വായിക്കാം. 436 അഭിഷിക്തൻ എന്ന പ്രയോഗം സൂചിപ്പിക്കുന്ന ദിവ്യ ദൗത്യം യേശു പൂർണ്ണമായി നിർവഹിച്ചതിനാൽ ക്രിസ്തു എന്നത് യേശുവിന് യോജിച്ച സംജ്ഞയായി തീർന്നു, പേരായി തീർന്നു. വളരെ ചുരുക്കി ഒരു കൊച്ചു വാചകത്തിൽ തിരുസഭയുടെ പ്രബോധനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. അഭിഷിക്തൻ എന്ന പ്രയോഗം പഴയ നിയമത്തിൽ പലരെ സംബന്ധിച്ചും അത് കുറച്ചൊക്കെ ശരിയായിരുന്നു. എന്നാൽ ആ പ്രയോഗം യേശുക്രിസ്തുവിനെ സംബന്ധിച്ചാണ് അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ നിറവേറിയത്. അഭിഷിക്തൻ എന്ന പ്രയോഗം സൂചിപ്പിക്കുന്ന ദിവ്യ ദൗത്യം ഏതൊക്കെ ദൗത്യമാണ്? പുരോഹിതന്റെയും രാജാവിന്റെയും പുരോഹിതന്റെയും പ്രവാചകന്റെയും ദൗത്യം പൂർണ്ണമായി നിർവഹിച്ചത് യേശുവാണ്. അതുകൊണ്ടാണ് ഈ മിശിഹ എന്ന് പറയുന്നത് ഒരു ജനറിക് ടേമാണ്, ഒരു പൊതു പേരാണത്, പൊതുനാമമാണത്. അത് യേശുവിന് ചേർത്ത് വെക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഈശോ മിശിഹ എന്ന് പറയുന്നത്, ഈ മിശിഹ എന്നത് പഴയ നിയമത്തിൽ മുതൽ ഇസ്രായേൽ ജനം കാത്തിരുന്ന രക്ഷകനെ സൂചിപ്പിക്കുന്ന വാക്കാണത്. അത് ഈശോ തന്നെയാണെന്ന് മനസ്സിലായത് എങ്ങനെയാണ്? മിശിഹായെ പറ്റിയുള്ള ആ പ്രതീക്ഷ, മിശിഹ രാജാവായിരിക്കണം, മിശിഹ പുരോഹിതനായിരിക്കണം, മിശിഹ പ്രവാചകനുമായിരിക്കണം. ഈ 3 ദൗത്യങ്ങൾ അതിന്റെ പൂർണ്ണതയിൽ നിർവഹിച്ച ഒരേ ഒരാൾ ഈശോയാണ്. അതുകൊണ്ടാണ് ഈശോയുടെ പേരിനോട് ചേർത്ത് മിശിഹ എന്ന ആ പേര് കൂടെ ചേർത്ത് വെച്ച് നമ്മൾ എപ്പോഴും പറയാം. അതുകൊണ്ട് ഈശോ മിശിഹ പറഞ്ഞു ഒറ്റ പേരായിട്ട് നമുക്ക് തോന്നിപ്പോവുക. പക്ഷെ 2 പേരാണത്. 2 പേരാണ്. ഈശോ എന്നതാണ് ഈശോയുടെ യഥാർത്ഥ പേര്. മിശിഹ എന്നത് ഈശോ ഈ 3 ദൗത്യവും മിശിഹായ്ക്കടുത്ത 3 ദൗത്യവും ഈശോ അതിന്റെ പൂർണ്ണതയിൽ നിർവഹിച്ചു. അല്ലെ, ഈശോയാണ് അതിന്റെ പൂർണ്ണ നിർവഹിച്ച ഏക വ്യക്തി. അതുകൊണ്ട് ആ മിശിഹ എന്ന പ്രത്യേക സ്ഥാനപ്പേര് ഈശോയ്ക്ക് മാത്രമേ പൂർണ്ണമായിട്ട് യോജിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈശോ മിശിഹ അല്ലെങ്കിൽ യേശുക്രിസ്തു എന്ന് പറയാനിടയാകുന്നത്. അത് ആ CCC 436 ഖണ്ഡിക തുടരുകയാണ്. ഇസ്രായേലിൽ രാജാക്കന്മാരും പുരോഹിതരും ചില പ്രത്യേക സാഹചര്യങ്ങൾ പ്രവാചകന്മാരും അഭിഷേകം സ്വീകരിച്ചിരുന്നു. തന്റെ രാജ്യം എന്നേക്കുമായി സ്ഥാപിക്കുവാൻ ദൈവത്താൽ അയക്കപ്പെടുവാനിരുന്ന മിശിഹായെ സംബന്ധിച്ചിടത്തോളം ഈ അഭിഷേകം സർവോപരി അന്വർത്ഥമാണ്. രാജാവ്, പുരോഹിതൻ, പ്രവാചകൻ എന്നീ ത്രിവിധ ധർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് യേശു ഇസ്രായേലിന്റെ മിശിഹായെ കുറിച്ചുള്ള പ്രതീക്ഷ സഫലമാക്കി. പറഞ്ഞത് തന്നെ CCCയുടെ കോട്ട് ചെയ്ത വാക്കുകൾ ഞാനിപ്പോൾ വായിച്ചതാണ്. അപ്പൊ രാജാവും പുരോഹിതനും പ്രവാചകനും, ഇതാണ് മിശിഹായുടെ ദൗത്യങ്ങൾ. ഈ 3 ദൗത്യങ്ങളും ധർമ്മങ്ങളും അതിന്റെ പൂർണ്ണ നിർവഹിച്ചുകൊണ്ട് മറ്റാർക്കും അവകാശപ്പെടാൻ പറ്റാത്ത വണ്ണം ഈശോ തെളിയിച്ചു അവിടുന്നാണ് മിശിഹ എന്ന്. ഇതിൽ ഓരോന്നിനെ പറ്റി നമുക്ക് അല്പമായിട്ടൊന്ന് നോക്കാം. ഒന്നാമത്തത്, മിശിഹ രാജാവായിരിക്കണം. അതാണ് പഴയ നിയമത്തിലെ ആശയം. മിശിഹ രാജാവായിരിക്കണം. ഈശോ രാജാവായിരുന്നു നമുക്ക് നോക്കാം. അതിൽ തന്നെ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 32-33 വാക്യങ്ങൾ. അത് മാതാവിന് മംഗളവാർത്ത, മാതാവിന് ഗബ്രിയേൽ മാലാഖ നൽകുന്ന മംഗളവാർത്തയുടെ ഭാഗമാണ്. 31-32 ദീർഘഭാഗമാണ്. 2 വാക്യം മാത്രം വായിച്ചാൽ മതി.
ഇതാ നീ ഗർഭം ധരിച്ചു ഒരു പുത്രനെ പ്രസവിക്കും, നീ അവനെ യേശു എന്ന് പേര് വിളിക്കണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. അവൻ യാക്കോബിന്റെ കുടുംബത്തിന്മേൽ എന്നേക്കും ഭരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. ആ വാക്യം, അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. ഇത് മലഹ പറയുന്ന ഈ വാക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദാവീദിനോട് കർത്താവ് പറയുന്നതായിട്ട് സാമുവേൽ പ്രവാചകൻ 2-ാമത്തെ പുസ്തകത്തിൽ 7 മുതൽ വാക്യങ്ങൾ, 2-ാമത്തെ സാമുവേൽ 2-ാമത്തെ പുസ്തകം അധ്യായം 7, 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിങ്ങനെയാണ്: ദിനങ്ങൾ തികഞ്ഞു നീ പൂർവികരോട് ചേരുമ്പോൾ നിന്റെ ഔരസപുത്രനെ ഞാൻ ഉയർത്തി അവന്റെ രാജ്യം സുസ്ഥിരമാക്കും. അവൻ എനിക്ക് ആലയം പണിയും, അവന്റെ രാജ്യസിംഹാസനം ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. അവൻ തെറ്റ് ചെയ്യുമ്പോൾ മാനുഷികമായ ദണ്ഡും ചമ്മട്ടിയും ഉപയോഗിച്ച് ഞാൻ അവനെ ശിക്ഷിക്കും. ഇത് ദാവീദിനോട് പറയുമ്പോൾ ദാവീദിന്റെ പുത്രൻ സോളമനാണ്. സോളമനെ സംബന്ധിച്ചായിരുന്നു, കുറച്ചൊക്കെ സോളമനെ സംബന്ധിച്ചായിരുന്നു, പക്ഷെ പൂർണ്ണമായും നിറവേറ്റപ്പെട്ടത് ഈശോയെ സംബന്ധിച്ചാണ്. അതാണ് ദാവീദിന്റെ പുത്രൻ. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് ബൈബിളിൽ പലയിടത്തും യേശുവിനെ വിളിക്കുന്നത് ദാവീദിന്റെ പുത്രൻ എന്നാണ്. ബർത്തിമയോസ് അന്ധയാചകൻ വഴിയിലരികിരുന്നുകൊണ്ട് വിളിച്ചു പറയുന്നത് അങ്ങനെയാണ് ദാവീദിന്റെ പുത്രനായ യേശുവിനെ കരുതേണ്ടത്. അപ്പോ ഈ പ്രവചനം, അതായത് പരിശുദ്ധ മാതാവിന് കൊടുത്ത വാഗ്ദാനം, അവൻ രാജാവായിരിക്കും, നിന്റെ പുത്രൻ രാജാവായിരിക്കാൻ, രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല, അത് സോളമന് കൊടുത്ത പ്രവചനത്തിന്റെ യഥാർത്ഥ പൂർത്തീകരണമാണ്. ഇനി മറ്റൊരു സംഭവം നമ്മൾ കാണുന്നത് ജെറുസലേം പ്രവേശനമാണ്. യേശുവിന്റെ രാജത്വത്തിന്റെ പ്രകാശനമായിട്ട് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അവിടെ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിലും യോഹന്നാന്റെ സുവിശേഷം 12-ലും തരുന്ന വിവരണം. മത്തായി 21:5: സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക, ജെറുസലേം പുത്രി ആർപ്പ് വിളിക്കുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കലേക്ക് വരുന്നു, അവൻ പ്രതാപവാനും ജയശാലിയുമാണ്, അവൻ വിനയാന്വിതനായി കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരും. ഇതാ നിന്റെ രാജാവ്. സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ളതാണ്. അതിവിടെ ഈശോയുടെ പട്ടണ പ്രവേശനത്തെ പറ്റി ആണ്. പട്ടണത്തെ പ്രവേശനം വിവരിക്കുന്ന ഭാഗത്ത് മത്തായി അതേപ്പറ്റി ഒരു വ്യാഖ്യാനം പറയുന്നത് ഇങ്ങനെയുണ്ട്. മത്തായി പറയാണ്, മത്തായി 21:4-5 പറയാണ്: പ്രവാചകൻ വഴി പറയപ്പെട്ട വചനം പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത്. സിയോൻ പുത്രിയോട് പറയുക, ഇതാ നിന്റെ രാജാവ് വിനയാന്വിതനായി കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്തിന്റെ അടുക്കലേക്ക് വരുന്നു. അപ്പൊ നമുക്കറിയാം, ഈശോയെ പിടിച്ച് രാജാവാക്കാനായിട്ട് ഈശോ 5 അപ്പം വർദ്ധിപ്പിച്ചപ്പോൾ അതിൽ ആവേശപ്പെടുത്തരായ ജനം ഈശോയെ നിർബന്ധമായി രാജാവാക്കാനായിട്ട് പരിശ്രമിക്കുന്നു. ആ സമയത്ത് ഈശോ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഈശോ ഇപ്പോൾ ഈ ഓശാനയുടെ സമയത്ത് ഈശോ തന്നെ ആ മുൻകൈ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, പുസ്തകമായിട്ട് പറഞ്ഞ് നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരു കഴുതയെ കെട്ടിയിരിക്കുന്നത് കാണും, പിടിച്ചുകൊണ്ട് വരാന്നൊക്കെ പറയുന്നുണ്ട്. ഈശോ തന്നെ മുൻകൈ എടുക്കുകയാണ്, അതിന്റെ കഴുതപ്പുറത്ത് രാജാവായിട്ട് എഴുന്നള്ളുകയാണ്. എന്തുകൊണ്ടാണ്? അപ്പൊ അത് തീർച്ചയായിട്ടും ഈശോയുടെ, അതിപ്പോ പീഡാനുഭവത്തിന് അടുത്ത ദിവസങ്ങളാണല്ലോ, ഈശോയുടെ പീഡാനുഭവത്തിലൂടെയും മരണത്തിലൂടെ ഉയർപ്പിലൂടെയും താൻ തന്നെ ആണ് മിശിഹ എന്നും അത് യഹൂദന്മാരുടെ കാഴ്ചപ്പാടിലുള്ള ഒരു ഭൗമിക കാഴ്ചപ്പാടായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഭൗമികമായ ഐശ്വര്യം പുനഃസ്ഥാപിക്കുന്ന, സമാധാനം സ്ഥാപിക്കുന്ന ഒരു അധികാരത്തോടുള്ള രാജാവിനെയാണ് അവർ കണ്ടിരുന്നത് മിശിഹായായിട്ട്. ആ ധാരണ മാറ്റി വേറൊരു അർത്ഥത്തിൽ, അതായത് സഹനത്തിലൂടെ മഹത്വീകരണം പ്രാപിക്കുന്നതാണ് യഥാർത്ഥ മിശിഹ. അത് ഈശോ പത്രോസിനോട് പറയുമ്പോഴും പറയുന്നുണ്ടല്ലോ, നീ ക്രിസ്തുവാണെന്ന് പത്രോസ്
പിതാവിനെ വെളിപാട് കിട്ടി പറയുമ്പോ കേസരിയ ബേക്കിൽ വെച്ച് പിതാവിന്റെ വെളിപാട് കിട്ടിയിട്ടാണ് പത്രോസ് പറയുന്നത് നീ ക്രിസ്തുവാണ്. ആ ക്രിസ്തുവാണെന്ന് പറഞ്ഞെങ്കിലും അതിന്റെ അർത്ഥം പത്രോസിന് അറിയില്ല. അതുകൊണ്ട് ഈശോ അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാൻ മഹാപുരോഹിതന്മാര് പ്രേമജ്ഞരാലും ഞാൻ പിടിക്കപ്പെടും, വധിക്കപ്പെടും, എന്നാൽ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. അതാണ് മിശിഹായിലെ ക്രിസ്തുവിനെ പറ്റിയുള്ള ശരിയായ കാഴ്ചപ്പാടാണ്. പക്ഷെ അന്നത്തെ യൂതർക്ക് ആ കാഴ്ചപ്പാട് ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് ഈശോയുടെ പീഡാനുഭവത്തിലൂടെയും മരണത്തിലൂടെയും അവർ തെറ്റുതിരുത്തിക്കോളും, ശരിയായ കാഴ്ചപ്പാടിലേക്ക് വരുമെന്ന് കർത്താവിന് തന്റെ അനന്തജ്ഞാനത്തിൽ ബോധ്യമായി ആ സമയമായപ്പോഴേക്കും. അതുകൊണ്ടാണ് അവിടുന്ന് അതിനു മുമ്പ് രാജാവാകാൻ അതിനോട് അംഗീകരിക്കാതിരുന്ന ഈശോ ഇവിടെ ഓശാനയുടെ സമയത്ത് രാജാവായി അവിടുന്ന് രാജകീയ പ്രവേശം നടത്തുന്നത്, പട്ടണ പ്രവേശം നടത്തുന്നത്. പിന്നീട് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ പീലാത്തോസുമായിട്ടുള്ള സംഭാഷണം, അതും ഈശോയുടെ രാജ്യത്വം ഈശോ തന്നെ തുറന്നു പറയുന്ന ഒരു സന്ദർഭമാണ്. അതിങ്ങനെയാണ്. ആ ഭാഗം വായിക്കാം. ചിലപ്പോൾ പറയാൻ നമ്പർ കൃത്യം അത് തന്നെ, ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ വചനത്തിന്റെ നമ്പർ, വാക്യത്തിന്റെ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടോ ചിലപ്പോൾ മാറിയെന്ന് വരും. അത് ബൈബിൾ ഉപയോഗിക്കുന്നുണ്ട്, നോക്കിയാൽ മതി. അതിനാൽ പീലാത്തോസ് ശ്രദ്ധാപൂർവ്വം യേശുവിനോട് ചോദിച്ചു, നീ യഹൂദരുടെ രാജാവാണോ? കാരണം ഈ പീലാത്തോസ് സംബന്ധിച്ചിടത്തോളം യേശു പ്രവാചകനാണെന്ന് പറയുന്നത് പുള്ളിക്ക് വിഷയമല്ല, പുരോഹിതനാണെന്ന് പറയുന്നത് പുള്ളിയെ ബാധിക്കുന്നില്ല, രാജാവാണെന്ന് പറഞ്ഞാൽ പുള്ളിയെ ബാധിക്കും. കാരണം പുള്ളി റോമൻ രാജാവിന്റെ പ്രതിനിധിയായിട്ട് നിൽക്കുന്ന ആളാണ്. പുള്ളിയുടെ സ്വന്തം കാര്യത്തിൽ പ്രശ്നം വരുമെന്ന് പേടിച്ചിട്ടാണ് ചോദിക്കുന്നത്, നീ യഹൂദരുടെ രാജാവാണോ? യേശു മറുപടി പറഞ്ഞു, നീ ഇത് സ്വയമേ പറയുന്നതോ അതോ മറ്റുള്ളവർ എന്നെ പറ്റി നിന്നോട് പറഞ്ഞതോ? തുടർന്ന് തന്റെ രാജ്യത്വത്തിന്റെ സ്വഭാവം യേശു വിശദീകരിച്ചു. എന്റെ രാജ്യം ഐഹികമല്ല, ആയിരുന്നെങ്കിൽ ഞാൻ യഹൂദർക്ക് ഏൽപ്പിക്കപ്പെടാതിരിക്കാൻ എന്റെ സേവകർ പോരാടുമായിരുന്നു. എന്നാൽ എന്റെ രാജ്യം ഐഹികമല്ല. യോഹന്നാൻ 18:36 ഈ ഭാഗം. അപ്പൊ ഈശോ അവിടെ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്, ഞാൻ രാജാവ് തന്നെയാണ്, പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന പോലെയുള്ള രാജാവല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ മിശിഹാ രാജാവിന് വേണ്ടി രാവും പോലും കാത്തിരുന്നവരായിരുന്നു യഹൂദന്മാര്, മിശിഹാ രാജാവിന് വേണ്ടി. പക്ഷേ മുൾക്കിരീടം ധരിപ്പിച്ചും ചമ്മട്ടി കൊണ്ട് തല്ലി തകർത്തും ഈശോയെ അവരുടെ മുമ്പിൽ പീലാത്തോസ് ഇതാ നിങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുമ്പോൾ അങ്ങനെ ഒരു രാജാവിനെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഈ മുൾക്കിരീടം ചാർത്തപ്പെട്ട് ദേഹമാസകലം മർദ്ദനമേറ്റ് നിൽക്കുന്ന ഒരാളെ എങ്ങനെ രാജാവായിട്ട് അംഗീകരിക്കാൻ പറ്റും? അതുകൊണ്ട് അവർ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നത്, അവനെ കൊണ്ട് കുരിശിൽ തറയ്ക്കുക. അപ്പം യേശുവിന്റെ രാജ്യത്വം അതിന് മെസ്സിഹാനിക രാജ്യത്വം എന്നായി പറയുന്നത്. മെസ്സിഹായ്ക്കടുത്ത രാജ്യത്വം അത് സാധാരണ രാജാവിന്റെ രാജ്യത്വം അല്ലത്. അതാ ഈശോ പറയും, എന്റെ രാജ്യം ഐഹികമല്ല, ഞാൻ രാജാവാണ്, പക്ഷെ എന്റെ രാജ്യം ഐഹികമല്ല. ഈ ലോകത്തിന്റെ രാജാക്കന്മാരെപ്പോലുള്ള രാജാവല്ല ഞാൻ, അതിനേക്കാൾ എല്ലാം ഉയർന്ന തലത്തിൽ രാജാവാണ്. പക്ഷെ ഈശോ രാജാവാണെന്ന് അവിടെ നിന്നും ആർക്കും മനസ്സിലായില്ല. പക്ഷെ ഒരാൾക്ക് മനസ്സിലാകുന്നുണ്ട്. ആർക്കാണത്? അന്ത്യശ്വാസം വലിക്കുന്നത് വരെയും പെരും കുറ്റങ്ങൾ ചെയ്ത് യേശുവിന്റെ കുരിശിന്റെ വലതുവശത്ത് വേറൊരു കുരിശിൽ വധിക്കപ്പെടുന്ന ആ കള്ളൻ, അവൻ കള്ളനാണ്. അവന് നല്ല കള്ളൻ എന്ന് പേരിടാൻ കാര്യം അവൻ ഇത് പറഞ്ഞതിന്റെ പേര് മാത്രം, വേറെ ഒരു നന്മ അവൻ ചെയ്തിട്ടില്ല, അവൻ തിന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അവന് പരമമായ നന്മ ചെയ്തു. അവസാനത്തെ ഒറ്റ വാക്കുകൊണ്ട് എന്താണ്? ഈശോയെ രാജാവായിട്ട് അവൻ ഏറ്റു പറയുക. ഞാൻ പറഞ്ഞ വാക്കിതാണ് ലൂക്കാ 23:42. യേശുവേ, നീ നിന്റെ രാജ്യത്ത് വരുമ്പോൾ എന്നെയും ഓർക്കണം. നമുക്ക് അത്ഭുതം തോന്നി, ഇവൻ എവിടെ നിന്ന് കിട്ടിയ അറിവ്? ആ നിമിഷം വരെയും കൊടും തിന്മകൾ മാത്രം ചെയ്തുകൊണ്ടാണ് അവനെ അത്തരത്തിൽ കൊണ്ടേ ക്രൂശിക്കുന്നത്. അന്നത്തെ രീതി അങ്ങനെയാണ്. കൊടും ക്രൂരതകൾ ചെയ്തവരെയാണ് പരസ്യമായി ഇങ്ങനെ കൊണ്ടേ കുരിശ് തറച്ചു കൊല്ലുന്നത്. പക്ഷെ അവനൊരു പത്രോസിന് കിട്ടിയതുപോലെ ഒരു വെളിപാട് കിട്ടുകയാണ്. ഈ കുരിശ തൂങ്ങി മരിക്കുന്ന ലോകത്തിന്റെ മുമ്പിൽ
വെറും കുറ്റവാളി തോന്നുന്ന വിധത്തിൽ ലോകത്ത് 3 ആണികൾ തൂങ്ങി മരിക്കുന്ന ഈ നഗ്നനായി കിടക്കുന്ന ഈ മനുഷ്യൻ രാജാവ് തന്നെയാണ്. അതുകൊണ്ട് അവൻ പറയാണ് അങ്ങയുടെ രാജ്യത്ത് വരുമ്പോൾ. അപ്പൊ പീലാത്തോസിന് ഈശോ പറഞ്ഞ വാക്ക് ഇതുമായിട്ട് ബന്ധമുണ്ട്. ഈ പീലാത്തോസ് പറഞ്ഞ എന്താ, ഞാൻ രാജാവാണ്, പക്ഷെ എന്റെ രാജ്യം ഐഹികമല്ല. ഈ കള്ളനത് മനസ്സിലായി. അവൻ പറയാണ് അങ്ങേ രാജ്യത്ത് വരുമ്പോൾ, അങ്ങേ രാജ്യം, ഈ രാജ്യം ഈ ലോകത്തിലുള്ളതല്ല, അങ്ങേ രാജ്യം, അങ്ങേ രാജ്യത്ത് വരുമ്പോൾ എന്നെ കൂടെ ഓർക്കണമേ. ഈശോ ദൈവമാണെന്ന് സത്യത്തിൽ വേറൊരു വാക്കിൽ ഏറ്റു പറയുകയാണ് അവൻ. ആകയാൽ യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റു പറയുകയും ദൈവനെ മരിച്ചത് ഉയർപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്താൽ രക്ഷ പ്രാപിക്കും എന്ന് റോമാലേഖനത്തിൽ വായിക്കുന്നുണ്ട്. അത് മുൻകൂട്ടി സംഭവിക്കുകയാണ്. ഇനി നമ്മൾ കാണുന്ന യേശു പുരോഹിതനാണ് എന്നുള്ളതാണ്. മിശിഹ, പഴയ നിയമത്തിലെ മിശിഹ എന്ന ആശയം, മിശിഹ എന്നൊരാശയം, അതിൽ ഈ ആള്, മിശിഹ ആകുന്ന ആള് രാജാവായിരിക്കുന്ന അതേ സമയത്തിന് പുരോഹിതനുമായിരിക്കണമെന്നുണ്ടായിരുന്നു. രാജാവായിരിക്കുന്ന അതേ സമയത്ത് തന്നെ പുരോഹിതനുമായിരിക്കണം. അങ്ങനെ സാധാരണ രാജാക്കന്മാരുണ്ടാകില്ല, ഒന്നുകിൽ രാജാവ് മാത്രമേ ആയിരിക്കുള്ളൂ. പക്ഷെ പഴയ നിയമത്തിൽ ഒരു രാജാവിനെ പറ്റി പറയുന്നുണ്ട്. അത് ഉൽപ്പത്തി പുസ്തകം 14:17 മുതലാണ്. അത് നമുക്കറിയാം. അത് മെൽക്കിസേദെക്ക് എന്ന് പറയുന്ന രാജാവിനെ പറ്റിയാണ്. ആ വചനം ഇപ്രകാരമാണ്: കേദോർ ലാബോമാരെയും കൂടെ ഉണ്ടായിരുന്ന രാജാക്കന്മാരും കേദോർ ലാബോമാരെയും കൂടെ ഉണ്ടായിരുന്ന രാജാക്കന്മാരെയും തോൽപ്പിച്ച് മടങ്ങി വന്ന അബ്രാമിനെ എതിരേൽക്കാൻ സോദോൻ രാജാവിന്റെ താഴ്വര എന്നറിയപ്പെടുന്ന ഷാവേ താഴ്വരയിലേക്ക് ചെന്നു. സോദോൻ രാജാവ് സാലൻ രാജാവായി മെൽക്കിസേദെക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു അവൻ അബ്രാമിനെ ആശീർവദിച്ചുകൊണ്ട് പറഞ്ഞു: ആകാശത്തിന്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നത ദൈവത്തിന്റെ കൃപാകടാക്ഷം നിന്റെ മേലുണ്ടാകട്ടെ. ഇവിടെ ഒരു വിചിത്രമായി നമുക്ക് തോന്നുന്ന ഒരു കാര്യം, പഴയ നിയമത്തിൽ ഒരിക്കലും അപ്പവും വീഞ്ഞും കൊണ്ടുള്ള ബലിയർപ്പണമില്ലായിരുന്നു. കോലാടുകളെയും കാളക്കിടാങ്ങളെയും അല്ലെങ്കിൽ മൃഗബലി മാത്രമാണ് പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നത്. ദൈവത്തിന്റെ കൽപ്പന പ്രകാരവുമായിരുന്നു മൃഗബലി. അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായി കാണുന്ന ഏക ബലിയർപ്പണം രാജാവും പുരോഹിതനുമായ മെൽക്കിസേദെക്കിന്റെ ബലിയർപ്പണമാണ്. ഇവിടെ ഇത് മെൽക്കിസേദെക്കിനെ പറ്റി പറഞ്ഞിരിക്കുന്ന ഭാഗം നമ്മൾ ഹെബ്രായ ലേഖനത്തിൽ നിന്ന് വായിക്കുമ്പോൾ അത് കുറച്ചുകൂടെ നമുക്ക് വേഗം മനസ്സിലാകും. ഹെബ്രായ ലേഖനം 7-ാം അധ്യായത്തിൽ 15-16 വാക്യങ്ങളാണ് വായിക്കുന്നത്. മെൽക്കിസേദെക്കിന്റെ ഒരു സാധാരണ മനുഷ്യനിൽ നിന്ന് വ്യത്യസ്തനായി ഒരു അഭൗമിക ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിനുള്ളതായിട്ടാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. എബ്രായർ 7:2 മുതൽ 3 വരെയുള്ള വാക്യമാണ്. സാലേമിന്റെ രാജാവും അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനുമായ ഈ മെൽക്കിസേദെക്ക് രാജാക്കന്മാരുടെ വധത്തിന് ശേഷം മടങ്ങി വന്ന അബ്രാഹത്തെ കണ്ടപ്പോൾ അവനെ അനുഗ്രഹിച്ചു. സകലത്തിന്റെയും ദശാംശം അബ്രാഹം അവനുമായി പങ്കുവെച്ചു. അവന്റെ പേരിന് ഒന്നാമത് നീതിയുടെ രാജാവെന്നും പിന്നെ സലേമിന്റെ, അതായത് സമാധാനത്തിന്റെ രാജാവെന്നുമാണ് അർത്ഥം. പിതാവോ മാതാവോ വംശപരമ്പരയോ ഇല്ലാതെ ദിവസങ്ങൾക്ക് ആരംഭമോ
ജീവിതത്തിന് അവസാനമോ ഇല്ലാതെ ദൈവപുത്രന് സദൃശനാക്കപ്പെട്ട അവൻ എന്നേക്കും പുരോഹിതനായി നിലകൊള്ളും. വളരെ വിസ്മയകരമായ ഒരു വിശദീകരണമാണിത്, ഒരു വിവരണമാണിത്. ഈ മൽക്കിസേദെക്ക് ഭൂമിയിൽ നിന്നുള്ളവന് സ്വർഗത്തിൽ നിന്നുള്ളത് ആർക്കും വ്യക്തമായിട്ട് മനസ്സിലാകുന്നില്ല. വളരെ അസാധാരണ. അപ്പൊ ഇത് പറയുന്നത് ഈ മൽക്കിസേദെക്കിന് ക്രമപ്രകാരം 110 സങ്കീർത്തനം മെസ്സിയാനിക സങ്കീർത്തനം എന്നാണ് അറിയപ്പെടുന്നത്. 110 സങ്കീർത്തനം 1-2 വാക്യങ്ങളിൽ പറയാണ്, ശത്രുക്കളെ പാദപീഠമാക്കുവോളം നീ എന്റെ വലത്ത് ഭാഗത്തിരിക്കുക. ഇത് ഈശോയോട് പിതാവായ ദൈവം പറയുന്നതായി സങ്കീർത്തനം എഴുതപ്പെട്ട കാലത്ത് തന്നെ പ്രവചിച്ചിരിക്കുകയാണ്. എന്നിട്ട് അവിടെ പറയാണ്, മെൽക്കിസേദെക്കിന് ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനാണ്. അപ്പോൾ മൃഗങ്ങളെ ബലിയർപ്പിച്ചിരുന്ന ഈ പഴയ നിയമ പാരമ്പര്യത്തിൽ അപ്പവും വീഞ്ഞും ബലിയർപ്പിക്കുന്ന മെൽക്കിസേദെക്കിന്റെ പ്രവൃത്തി ഭാവിയിൽ യഥാർത്ഥ അഭിഷിക്തനായ മിശിഹ ഈശോ അപ്പവും വീഞ്ഞും സമർപ്പിച്ചുകൊണ്ട് നടത്താനിരുന്ന ബലിയുടെ പ്രതിരൂപമായി പരിശുദ്ധാത്മാവ് ഉൽപ്പത്തി പ്രസവത്തിൽ തന്നെ, വെളിപാടുകളുടെ ആദ്യ കാലത്ത് തന്നെ മുൻകൂട്ടി അവതരിപ്പിക്കുകയാണ്. അപ്പോൾ യേശു പുരോഹിതനാണ്, മെൽക്കിസേദെക്കിന്റെ ക്രമപ്രകാരം പുരോഹിതനാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. യേശുവിന്റെ പീഡാനുഭവ രംഗങ്ങൾ അവിടുത്തെ പൗരോഹിത്യത്തിന്റെ വളരെ നേരിട്ടുള്ള പ്രകാശനമായിരുന്നുവെന്ന് നമുക്ക് കാണാൻ സാധിക്കും. എബ്രായ ലേഖനം 7:26 പറ്റിയുള്ള ചില സൂചനകൾ നമുക്ക് വായിക്കാം. എബ്രായർ 7:26. ഇപ്രകാരം പരിശുദ്ധനും നിഷ്കളങ്കനും നിർദോഷിയും പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവനും സ്വർഗത്തേക്കാൾ ഉയർന്നവനുമായ ഒരു പ്രധാന പുരോഹിതൻ നമുക്കുണ്ടായിരിക്കുക ഉചിതമായിരുന്നു. ഇതെല്ലാം ഈ മെൽക്കിസേദെക്കിനെ പറ്റിയുള്ള വിവരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മെൽക്കിസേദെക്കിനെ പറഞ്ഞിരുന്നല്ലോ, അവന് പിതാവോ മാതാവോ വംശപരമ്പരയോ ഇല്ലാതെ, ദിവസങ്ങൾക്ക് ആരംഭമോ ജീവിതത്തിന് അവസാനമോ ഇല്ലാതെ ദൈവപുത്രന് സദൃശനാക്കപ്പെട്ട അവൻ എന്നേക്കും പുരോഹിതനായി നിലകൊള്ളുന്നു എന്നാണ് മെൽക്കിസേദെക്കിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. എബ്രായ ലേഖനം 7:2-3 മുതൽ ഇവിടെ അതിന് ചേർന്നവണ്ണം പറഞ്ഞിരിക്കുകയാണ്. ഇപ്രകാരം പരിശുദ്ധനും, എബ്രായർ 7:26 ഇപ്പൊ വായിക്കുന്നത്, ഇപ്രകാരം പരിശുദ്ധനും നിഷ്കളങ്കനും നിർദോഷിയും പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവനും സ്വർഗത്തേക്കാൾ ഉയർന്നവനുമായ ഒരു പ്രധാന പുരോഹിതൻ നമുക്കുണ്ടായിരിക്കുക ഉചിതമായിരുന്നു. എബ്രായർ 2:17 ജനങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിന് വേണ്ടി ദൈവിക കാര്യങ്ങളിൽ വിശ്വസ്തനും കരുണയുള്ളവനുമായി പ്രധാന പുരോഹിതനാകാൻ അവൻ എല്ലാ കാര്യങ്ങളിലും തന്റെ സഹോദരരോട് സദൃശനാകേണ്ടിയിരുന്നു. ഇപ്പൊ മൽക്കിസേദെക്കിനെ പോലെ വളരെ ഉയർന്ന ഒരു അവസ്ഥയിൽ ഉള്ള ആളാണ് ഈശോ എങ്കിലും അതേ സമയം തന്നെ മനുഷ്യരോട് താതാത്മ്യം പ്രാപിച്ചവൻ കൂടിയാണെന്ന് ഈ വചനം പറയുകയാണ്. എന്നിട്ട് എബ്രായർ 4:16 പറയുകയാണ്, അതിനാൽ ആവശ്യമുള്ളപ്പോൾ സഹായത്തിനായി കരുണ സ്വീകരിക്കാനും കൃപ കണ്ടെത്താനും കൃപയുടെ സിംഹാസനത്തെ ആത്മധൈര്യത്തോടെ നമുക്ക് സമീപിക്കാം. അപ്പൊ ഈശോ ഈ മെൽക്കിസേദെക്കിനെ പോലെ ഒരു അഭൗമിക വ്യക്തിയായി മാത്രം നിലകൊള്ളുന്നതല്ല, മറിച്ച് ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരോടും താതാത്മ്യപ്പെട്ടാണ് നിൽക്കുന്നത്. എന്തിനാണ്? നമുക്കറിയാം, അവിടുന്ന് ഏകമധ്യസ്ഥനാണ്, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ. വിശുദ്ധ കുർബാനയിലെ 2ാമത്തെ ക്രമത്തിൽ നമ്മള് അനാഫറ കഴിയുന്ന വാക്ക് തന്നെ എങ്ങനെയാ പറഞ്ഞുകൊണ്ടാണ്. തേദോറിന്റെ കുർബാനക്രമത്തിന്റെ അനാഫറുടെ അവസാനത്തെ വാക്കിതാണ്, ഈശോയെ പറ്റി പറഞ്ഞ് ദൈവത്തിനും മനുഷ്യനും മധ്യസ്ഥനാകയാൽ എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ മെൽക്കിസേദെക്കിന്റെ എല്ലാ ഗുണഗണങ്ങളും ഈശോയിലുണ്ട്. അതിനും പുറമെ അവിടുന്ന് മനുഷ്യരോട് താതാത്മ്യം പ്രാപിച്ചവനാണെന്ന് കൂടെ എബ്രായ ലേഖനത്തിൽ
പ്രത്യേകം എടുത്തു പറയുകയാണ്. ഈശോയുടെ പൗരോഹിത്യത്തിന്റെ പ്രത്യേകത എന്താണ്? ഈശോയുടെ പൗരോഹിത്യം നിലനിൽക്കുന്ന പൗരോഹിത്യമാണ്. പഴയ നിയമത്തിലെ പുരോഹിതന്മാർക്ക് കാലാവധി ഉണ്ടായിരുന്നു. ഓരോ വർഷവും മഹാപുരോഹിതൻ മാറി മാറി തെരഞ്ഞെടുക്കപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈശോയുടെ പൗരോഹിത്യത്തിന്റെ പ്രത്യേകത അവിടുന്ന് എന്നേക്കും പുരോഹിതനാണ്. അത് ഭൂമിയിൽ മാത്രമല്ല, സ്വർഗത്തിലും അവിടുന്ന് പുരോഹിത ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പുരോഹിതന്റെ ജോലി? ജനത്തെ വിശുദ്ധീകരിക്കുകയും ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും, ജനത്തെ വിശുദ്ധീകരിക്കുകയും ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും. അപ്പോൾ ഇതാ തിമോത്തിയോസ് ഈശോയെ ഏക മധ്യസ്ഥനായി അവതരിപ്പിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ്. തിമോത്തിയോസിന്റെ ലേഖനത്തിൽ പറയുന്നത് ദൈവത്തിനും മനുഷ്യർക്കും ഏകമധ്യസ്ഥ വാക്ക് ചിലർ തെറ്റിദ്ധരിച്ചിട്ട് മധ്യസ്ഥ പ്രാർത്ഥന ആർക്ക് നടത്താൻ അവകാശമില്ല, ഈശോ മാത്രമാണ് ഏക മധ്യസ്ഥൻ ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട്. മധ്യസ്ഥ പ്രാർത്ഥനയും മധ്യസ്ഥനും രണ്ടും രണ്ടാണ്. മധ്യസ്ഥൻ ഈശോ മാത്രം. യഥാർത്ഥത്തിലായി പറയുന്നത് പാപം മൂലം ദൈവത്തിൽ നിന്ന് അകന്നു പോയ മനുഷ്യവർഗത്തെ ദൈവവുമായി അനുരഞ്ജിപ്പിച്ച ഏക വ്യക്തി. ആ അർത്ഥത്തിൽ മാത്രമാണ് അവിടെ ഈശോയെ ഏക മധ്യസ്ഥൻ എന്ന അപ്പോസ്തലൻ വിശേഷിപ്പിക്കുന്നത്. അല്ലാതെ മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ ഈശോയ്ക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന അർത്ഥത്തിലല്ല. മധ്യസ്ഥൻ എന്നത് ഈ പിതാവായ ദൈവത്തോട് മനുഷ്യവർഗത്തെ സംയോജിപ്പിച്ചവൻ, അനുരഞ്ജിപ്പിച്ചവൻ എന്ന അർത്ഥത്തിൽ മാത്രമാണ്. മധ്യസ്ഥ പ്രാർത്ഥന ആർക്കും നടത്താൻ ഒരു കുഴപ്പമില്ല. നമ്മളാരും മധ്യസ്ഥരുമല്ല. അക്ഷരാർത്ഥത്തിലും പ്രഥമാർത്ഥത്തിലും മധ്യസ്ഥൻ ഈശോ മിശിഹാ മാത്രമാണ്. എന്നാൽ സെന്റ് തോമസ് അക്വീനാസ് പറയുന്നുണ്ട്, മറ്റുള്ളവർക്ക് മധ്യസ്ഥനാകാം. എങ്ങനെ? ഈശോ നിർവഹിച്ച ആ ദൗത്യം, അതായത് ദൈവത്തിൽ നിന്ന് അകന്നു പോയവരെ ദൈവവുമായി രഞ്ജിപ്പിക്കാൻ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കുമ്പോഴെല്ലാം നമ്മളും ഈശോയുടെ കൂടെ സഹമധ്യസ്ഥരായി മാറുകയാണ്. അപ്പൊ ഈശോയുടെ പൗരോഹിത്യത്തെ നമ്മൾ ഏകദേശം പറഞ്ഞു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ കാര്യം, ഈശോയുടെ മൂന്നാമത്തെ ദൗത്യം പ്രവാചക ദൗത്യമാണ്. അപ്പൊ ഈശോ രാജാവാണെന്ന് നമ്മൾ കണ്ടു, ഈശോ പുരോഹിതനാണെന്ന് കണ്ടു. ഈശോയുടെ പുരോഹിത ദൗത്യം ഏറ്റവും പൂർണ്ണമായത് എപ്പോഴാണ്? കാൽവരിയിൽ ബലിയർപ്പിച്ചപ്പോഴാണ്. അപ്പോൾ പഴയ നിയമത്തിലെ പൗരോഹിത്യത്തിലെ ബലികള് ഇങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു. സൂര്യോദയം അസ്തമയം വരെ ജെറുസലേം ദേവാലയത്തിൽ കോടാനുകോടി മൃഗങ്ങൾ അറുക്കപ്പെട്ടു. ബലി അർപ്പണം തുറന്ന് കണ്ടിന്യൂസ് ആയിട്ട്. പക്ഷെ ആ ഒരു ബലിക്കും മനുഷ്യകുലത്തിന് പാപം നീക്കാൻ സാധിച്ചില്ല എന്ന് എബ്രായ ലേഖനത്തിൽ എടുത്തു പറയുന്നുണ്ട്. അതെല്ലാം വരാനിരുന്ന പുരോഹിതന്റെ ബലിയർപ്പണത്തിന്റെ പ്രതീകങ്ങൾ മാത്രമായിരുന്നു. അതും ദൈവം കൽപ്പിച്ചിട്ടാണ് അവർ ചെയ്തത്. വെറുതെ നമുക്ക് മനുഷ്യൻ ചെയ്തതല്ല, ദൈവം തന്നെയാണ് അങ്ങനത്തെ ബലി അർപ്പിക്കാൻ ആവശ്യപ്പെടുന്നത്. പക്ഷെ അത് വരാനിരുന്ന യഥാർത്ഥ ബലിയുടെ ഒരു മുന്നോടിയും പ്രതീകവുമായിട്ട് മാത്രമായിരുന്നു. അതുകൊണ്ടാണ് കാളക്കിടാങ്ങളുടെയും കൊലാടുകളുടെയും രക്തത്തിന് ഭാവം വഹിക്കാൻ പറ്റുകയില്ല എന്ന് എബ്രായലേഖനം എടുത്തു പറയുന്നുണ്ട്. അപ്പൊ ഈശോയുടെ കാൽവരിയിലെ ബലി അർപ്പണത്തിലൂടെ ഈശോയാണ് യഥാർത്ഥ പുരോഹിതൻ. മറ്റ് പഴയ നിയമത്തിലെ പുരോഹിതന്മാരെല്ലാം വെറും നിഴലുകൾ മാത്രമായിരുന്നു, പ്രതീകങ്ങൾ മാത്രമായിരുന്നു. ഈശോ താൻ യഥാർത്ഥ പുരോഹിതനാണെന്ന് വെളിപ്പെടുത്തി തന്റെ കുരിശിലെ ബലി വഴി സ്വർഗത്തെ ഭൂമിയും തമ്മിൽ അനുരഞ്ജിപ്പിച്ചുകൊണ്ട്. ഇനി നമ്മൾ കാണുന്ന മൂന്നാമത്തെ ആശയമാണ് യേശു പ്രവാചകനാണ് എന്ന ആശയം. ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ പ്രവാചകൻ ആരാണെന്ന് നമുക്ക് ഒരു നിർവചനം ആവശ്യമുണ്ട്. ആരാണ് പ്രവാചകൻ? വരാൻ പോകുന്ന കാര്യം മുൻകൂട്ടി പറയുന്നവരാണ് പ്രവാചകൻ എന്നുള്ളത് ശരിയായ വ്യാഖ്യാനമല്ല. അതൊരു സാധാരണ ലോകത്തിന്റെ അർത്ഥത്തിലുള്ള ഒരു വിവരണമാണ്. പ്രവാചകനെ വിളിക്കുന്നത് സ്പോക്സ്മാൻ ഓഫ് ഗോഡ് എന്നാണ് പറയുന്നത്. ദൈവത്തിന്റെ സ്വരമാണവൻ. പ്രവാചകന് അവൻ പറയുന്ന ഒന്നും അവന്റെ അല്ല, ദൈവം അവരോട് പറയാൻ കൽപ്പിച്ചത് മാത്രം പറയുന്നവനാണ്. അതുകൊണ്ട് പ്രവാചകനെ സാധാരണ വിശേഷിപ്പിക്കുന്നത് സത്യത്തിന്റെ സാക്ഷി എന്നാണ്. എന്താണ് സത്യം? ആരാണ് സത്യം? ദൈവമാണ് സത്യം. അപ്പോ ദൈവത്തിന്റെ സാക്ഷിയാണ് പ്രവാചകൻ. ദൈവം പറയുന്നത് മാത്രം പറയുന്നവനാണ് പ്രവാചകൻ. ദൈവം പറയുന്നത് സുഖമുള്ള കാര്യമാണോ?
അല്ല, ദൈവം പല കാര്യങ്ങളും വിലക്കിയേ പറയുള്ളൂ. വിചാരം ചെയ്യരുത്, കൊല്ലരുത്, മോഷ്ടിക്കരുത്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുവോ? ആൾക്കാര് ആ പ്രവാചകനെ പിടിച്ചു കൊല്ലും. അതുകൊണ്ട് പഴയ നിയമത്തിലെ പ്രവാചകന്മാരെല്ലാവരെയും അവര് ശരിക്ക് പീഡിപ്പിച്ചിട്ടുണ്ട്. അത് ഈശോ തന്നെ പറയുന്നുണ്ടല്ലോ, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തില് മേലെ പ്രസംഗത്തില് അഷ്ടഭാഗ്യങ്ങൾ പറഞ്ഞിട്ട് ഈശോ പറയാണ്, മനുഷ്യർ നിങ്ങൾക്കെതിരെ വ്യാജമായി എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നിങ്ങൾ പീഡിപ്പിക്കുമ്പോൾ നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുക. എന്നിട്ട് പറയാണ്, പ്രവാചകന്മാരോടും പഴയ നിയമ ജനത ഇങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ പ്രവാചക ദൗത്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വാക്കുകൾ ഒട്ടും വെള്ളം ചേർക്കാതെയും സ്വന്തമായിട്ടൊന്നും ഇടാതെയും അതേപടി വെർജിനലായിട്ട് തന്നെ പറയുന്ന ആളാണ്. അത് വെച്ചിട്ട് നമ്മൾ ഈ ഭാഗം വായിക്കുകയാണ്. യോഹന്നാൻ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യം. അതിന് പശ്ചാത്തലം ഇതാണ്: നീ രാജാവാണോ എന്ന് പീലാത്തോസ് ചോദിച്ചപ്പോ ഈശോ പറഞ്ഞിരുന്നല്ലോ, ഞാൻ രാജാവാണെന്ന്. അതിനുശേഷം പീലാത്തോസ് വീണ്ടും അതേ ചോദ്യം ചോദിക്കാൻ, പ്രസക്തിയില്ലാത്തൊരു ചോദ്യമാണ്. ഒന്ന് ചോദിച്ചപ്പോ അതിന് മറുപടി കൃത്യമായിട്ട് പറഞ്ഞതാ. എന്നിട്ട് പീലാത്തോസിന് മതിയാകുന്നില്ല, പിന്നെയും ചോദിക്കാൻ രാജാവ് തന്നെയാണ്. അപ്പൊ കൊടുക്കുന്ന മറുപടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അപ്പൊ കൊടുത്ത മറുപടി ഇങ്ങനെയാണ്, യോഹന്നാൻ 18:37. നീ തന്നെ പറയുന്നു, ഈശോ പീലാത്തോസ് പറയാണ്, നീ തന്നെ പറഞ്ഞല്ലോ ഞാൻ രാജാവാണ്. നീ തന്നെ പറയുന്നു ഞാൻ രാജാവാണ്. ഇനി പറഞ്ഞ ശ്രദ്ധിക്കാം. ഇതിനു വേണ്ടിയാണ് ഞാൻ ജനിച്ചത്, ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നതും സത്യത്തിന് സാക്ഷി നൽകാൻ. അപ്പൊ ഈശോ പറയുകയാണ്, ഞാൻ ഈ ലോകത്തിലേക്ക് വന്നതും ഈ ഭൂമിയിൽ ജനിച്ചതും സത്യത്തിന് സാക്ഷി നൽകാനാണ്. എന്നിട്ട് പറയാണ്, സത്യത്തിനുള്ളവൻ എന്റെ സ്വരം കേൾക്കുന്നു. അപ്പൊ ഈ പ്രത്യേക വാക്യം യോഹന്നാൻ 18:37 ഇത് വേദപുസ്തക വിജ്ഞാനിയും അനുസരിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം പ്രവാചകന്റെ ദൗത്യം സത്യത്തിന് സാക്ഷ്യം വഹിക്കലാണ്. അപ്പൊ ഈശോ അവിടെ സ്വയം പരോക്ഷമായിട്ട് പറയുന്ന എന്താണ്? ഞാൻ പ്രവാചകനാണ്, ദൈവത്തിന്റെ സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ അയക്കപ്പെട്ടവൻ. അപ്പം മിശിഹായെ പറ്റിയുള്ള പഴയ നിയമത്തിലെ പ്രതീക്ഷ, മിശിഹ രാജാവായിരിക്കണം, മിശിഹ പുരോഹിതനായിരിക്കണം, മിശിഹ പ്രവാചകനുമായിരിക്കണം, ഈശോയിൽ പൂർത്തിയായി. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട കാര്യം നേരത്തെ ഞാൻ പറഞ്ഞതാണ്. അതായത് പ്രവാചകൻ പീഡിപ്പിക്കപ്പെടും. ഈശോ തന്നെ നസറത്തിൽ വന്ന് തന്റെ സ്വന്തം നാട്ടിൽ വന്ന് ആദ്യത്തെ പ്രസംഗം നടത്തിയപ്പോൾ ആദ്യം അവരൊക്കെ ഇഷ്ടപ്പെട്ട് കേട്ടിരുന്നു. അവന്റെ വചസ്സ് കേട്ട് എല്ലാവരും അവനെ തന്നെ തുറിച്ചു നോക്കി സന്തോഷിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ശേഷം പിന്നെ കർത്താവ് എന്നോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവർ കർത്താവിനെ പിടിച്ച് ഉന്തിയിട്ട് കൊല്ലാൻ നോക്കി. അപ്പോഴാണ് ഈശോ പറയുന്നത്, ഒരു പ്രവാചകൻ സ്വന്തം നാട്ടിൽ ബഹുമാനിക്കപ്പെടുന്നില്ല. പ്രവാചകന്റെ അന്ത്യം എപ്പോഴും പീഡനവും മരണവുമാണ്. അതുകൊണ്ട് ഈശോ ഈശോ പ്രവാചകനാണെന്നുള്ള ആശയം പ്രധാനമായിട്ടും വെളിപ്പെടുത്തുന്നത് സഹനദാസനാണ് ഈശോ എന്ന ഈശോ സഹനദാസനാണ് എന്ന ആശയത്തിലോട് ചേർത്തിട്ടാണ്. യേശയ്യാ പ്രവാചകന്റെ പുസ്തകങ്ങളെ 4ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. സഹനദാസനെ പറ്റിയുള്ള 4 വിവരണങ്ങളാണ് യേശയ്യായിലുള്ളത്. ഒന്നാമത്തെ വിവരണം 42-ാം അധ്യായത്തിലാണ്, രണ്ടാമത്തെ വിവരണം 49-ാം അധ്യായത്തിലാണ്, മൂന്നാമത്തെ വിവരണം 50-ാം അധ്യായത്തിലാണ്, നാലാമത്തെ വിവരണം 52-ഉം 53-ഉം അധ്യായങ്ങളിലാണ്. ഈ അധ്യായങ്ങൾ നമ്മൾ വായിച്ചാൽ ഒന്നുകൂടെ ഞാൻ പറയാം. സഹനദാസനെ പറ്റിയുള്ള യേശയ്യാ പ്രവാചകന്റെ വിവരണം, ഒന്നാം വിവരണം എന്നാണ് പറയുന്നത്. ഒന്നാം വിവരണം 42-ാം അധ്യായം, പ്രത്യേകിച്ച് 1-4 വാക്യങ്ങൾ, അതുപോലെ 6-7 വാക്യങ്ങൾ. രണ്ടാം വിവരണം 49-ാം അധ്യായത്തിലാണ്, 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. മൂന്നാം വിവരണം യേശയ്യാ 50-ാം അധ്യായത്തിലാണ്, 4 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. നാലാമത്തെ വിവരണം 52-ാം അധ്യായത്തിന്റെ 13 മുതൽ 53-ാം അധ്യായത്തിന്റെ 12 വരെയാണ്. 52-ാം അധ്യായം 13-ാം വാക്യം മുതൽ 53-ാം അധ്യായം 12-ാം വാക്യം. ഇവിടെ പറയുന്ന എല്ലാം, അതായത് ഈശോ അവിടെ നമുക്കറിയാം, ഇത് ഈശോയുടെ ജീവിതകാലത്ത് ഉണ്ടായിട്ടുള്ളതല്ല. ഈശോ ജനിക്കുന്നതിന് 700 കൊല്ലത്തിന് മുമ്പ് യേശയ്യാ പ്രവാചകൻ മിശിഹ വരുമ്പോൾ അവൻ എങ്ങനത്തെ ആളായിരിക്കും? അവൻ സഹനദാസനായിരിക്കും,
അവന്റെ ജീവിതത്തിലെ ക്ലേശങ്ങൾ, കഷ്ടതകളെല്ലാം എടുത്തെടുത്തെടുത്ത് വർണ്ണിക്കുകയാണ്. ഇത് വാസ്തവത്തിൽ മിശിഹായെ പറ്റി ഈശോ ജനിച്ച് 40 ദിവസമായപ്പോൾ ദേവാലയത്തിൽ കൊണ്ടുവന്ന് ശെമയോന് കാഴ്ചവെച്ചപ്പോൾ ശെമയോൻ പറയുന്ന വാക്ക് ഇത് തന്നെയാണ്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ, നമുക്കത് നല്ലോണം പരിചയമുള്ളതാണല്ലോ. ലൂക്കാ സുവിശേഷം 2-ാം അധ്യായത്തിൽ ശിശുവിനെ കയ്യിലെടുത്തുകൊണ്ട് ലൂക്ക പറയുന്നത്, അല്ലെ, ശെമയോൻ പറയുന്നത് നമുക്ക് ഒന്നുകൂടെ കേൾക്കാം. 2-ാം അധ്യായം 32-34 വാക്യങ്ങളാണ്. 29 വായിക്കാം. 2-ാം അധ്യായം. ശെമയോൻ പറയുകയാണ്, കർത്താവേ, ഇപ്പോൾ നിന്റെ ദാസനെ നിന്റെ വാക്കനുസരിച്ച് സമാധാനത്തിൽ വിട്ടയക്കണമേ. എന്നാൽ സകല ജനത്തിന്റെയും മുൻപിൽ നീ ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടുവല്ലോ. അത് വിജാതിയർക്ക് വെളിപാടിന്റെ പ്രകാശവും തന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമാണ്. അവനെ കുറിച്ച് പറഞ്ഞവ കേട്ട് അവന്റെ പിതാവും മാതാവും അത്ഭുതപ്പെട്ടു. 34-ാം വാക്യം. ശെമയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവന്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു, ഇവൻ ഇസ്രായേലിൽ അനേകം പേരുടെ വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും എതിർക്കപ്പെടുന്ന അടയാളത്തിനുമായി വയ്ക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ യെശയ്യാ പ്രവാചകൻ ഈശോ ജനിക്കുന്നതിന് 750 കൊല്ലം മുമ്പ് വരാണ്ടിരിക്കുന്ന മിശിഹായെ പറ്റി അവതരിപ്പിച്ച് സഹിക്കുന്ന ഒരു ദാസനായിട്ടാണ്. പിതാവിന് സത്തയിൽ, പിതാവായ ദൈവത്തോട് സത്തയിൽ സമനാണ് ഈശോ. ഒരു വ്യത്യാസവും ഇല്ല. പിതാവിനെ പോലെ സർവശക്തനാണ്, സർവജ്ഞാനിയാണ്. എല്ലാ പിതാവായ ദൈവത്തിന് എല്ലാ ഗുണഗണങ്ങളും ഈശോയ്ക്കും ഉണ്ട്. പക്ഷെ ഈശോ പ്രവാചകനായതുകൊണ്ട്, ആരാ പ്രവാചകൻ? സത്യത്തിന് സാക്ഷ്യം വഹിക്കേണ്ടവൻ ആയതുകൊണ്ട് അവൻ സഹനത്തിലൂടെ, പഴയ നിയമത്തെ ഏത് പ്രവാചകനും സഹനത്തിലൂടെ കടന്നുപോയ പോലെ ഈശോ അതിന്റെ പരമാവധി സഹനം. മറ്റേ പ്രവാചകന്മാരെ കല്ലെറിഞ്ഞ് കൊന്നേ ഉള്ളൂ, ഒരു പ്രവാചകനെ കുരിശിൽ തൂക്കി കൊന്നിട്ടില്ല. ഈശോ കുരിശിൽ വധിക്കപ്പെടുന്നത് ഈശോ പ്രവാചകനായിട്ടാണ്, സഹനദാസനായിട്ടാണ്, അതിന്റെ പൂർണ്ണതയായിട്ടാണ്. അപ്പോ മിശിഹായ നമ്മൾ ആദ്യം വായിച്ച് ഓർക്കുന്നുണ്ടാവില്ല, ഇന്നത്തെ ക്ലാസ്സിന്റെ ആരംഭത്തിൽ വായിച്ചില്ലേ, അതാണ് അഭിഷിക്തൻ എന്ന പ്രയോഗം സൂചിപ്പിക്കുന്ന ദിവ്യ ദൗത്യം യേശു പൂർണ്ണമായി നിർവഹിച്ചതിനാൽ ക്രിസ്തു അഥവാ മിശിഹ എന്നത് യേശുവിന് യോജിച്ച പേരായി തീർന്നു. രാജാവ്, പുരോഹിതൻ, പ്രവാചകൻ എന്നീ ത്രിവിധ ധർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് യേശു ഇസ്രായേലിന്റെ മിശിഹായെ കുറിച്ചുള്ള പ്രതീക്ഷ സഫലമാക്കി. CCC 436. അപ്പോ നമ്മൾ കർത്താവ് ഈശോ മിശിഹായാന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം ഇത്. ഈശോ മിശിഹ നമ്മൾ അങ്ങ് പറഞ്ഞു പോകുന്നുണ്ടല്ലോ. അപ്പൊ ഈശോ മിശിഹ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇതിലൂടെയാണ്. അവിടുന്ന് രാജാവുമാണ്, അവിടുന്ന് പുരോഹിതനുമാണ്, അവിടുന്ന് പ്രവാചകനുമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ഈശോയുടെ സഹനത്തിന്റെ ഫലം നമുക്കറിയാം. ഈശോ സഹനത്തിലൂടെയാണ്, പ്രത്യേകിച്ച് യെശയ്യാ പ്രവചനം പറയുന്നുണ്ട്, 53:4 പറയുന്നുണ്ട്, നമ്മുടെ വേദനകളാണ് അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്, അവന്റെ ക്ഷതങ്ങളാൽ 5-ാമത്തെ വാക്യം നാം സൗഖ്യം പ്രാപിച്ചു. ഇപ്പോ ഈശോ മിശിഹ എന്നൊക്കെ നമ്മൾ പറയുമ്പോഴല്ല ഇതെല്ലാം അവിടെ ഉണ്ട്. നമ്മുടെ പാപങ്ങളും നമ്മുടെ ഭാരങ്ങളും നമ്മുടെ ദുഃഖങ്ങളും എല്ലാം ഏറ്റെടുത്ത് നമ്മെ പൂർണ്ണമായി രക്ഷിക്കുന്നവനാണ് ഈശോ എന്നുള്ള വിശ്വാസമാണ് നമ്മൾ ഈശോ മിശിഹ എന്നൊരു വാക്ക് ഉച്ചരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ടത്. എല്ലാ വാക്കുകളും അതിന്റെ അർത്ഥത്തിൽ ഉച്ചരിച്ചല്ലെങ്കിൽ, അതിന്റെ അർത്ഥത്തിൽ ചിന്തിച്ചെങ്കിലേ അതിന്റെ ഫലം ഉണ്ടാകുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. കർത്താവായ ഈശോയെ, നിന്റെ പരിശുദ്ധ നാമം കേൾക്കുമ്പോൾ തന്നെ
സ്വർഗവാസികളും ഭൂവാസികളും പാതാളവാസികളും സാഷ്ടാംഗം വീഴുമെന്നും നീ കർത്താവാണെന്ന് നാമ്പുള്ള എല്ലാവരും ഏറ്റുപറയുമെന്നുമുള്ള ദൈവവചനങ്ങൾ ഓർത്തുകൊണ്ട് ഈശോയെ, നിന്നെ എത്ര ഏറ്റുപറഞ്ഞാലും മതിയാവുകയില്ല. നിന്നെപ്പറ്റി ഉള്ള കാര്യങ്ങൾ എത്ര കേട്ടാലും ഞങ്ങളെ ദാഹം തീരുകയില്ല. കാരണം നിന്നെ അറിയുന്നതാണ് നിത്യജീവൻ. ഈശോയെ, ഞങ്ങളുടെ എല്ലാവരുടെയും ബുദ്ധിയെ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സുവിശേഷകന്മാർക്കും സഭാപിതാക്കന്മാർക്കും ദൈവജ്ഞാനം നേടിയ വിശുദ്ധർക്കുമെല്ലാം വെളിപ്പെടുത്തി കൊടുത്ത സുഖരാജ രഹസ്യം അല്പമെങ്കിലും ഗ്രഹിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് ഈ വലിയ നോമ്പ് കാലത്ത് ഈശോയെ പറ്റിയുള്ള സുവിശേഷ ഭാഗങ്ങൾ കൂടുതൽ വായിക്കുവാൻ, അതുപോലെ ഈ ഗ്രന്ഥം തന്നെയും ആ ഭാഗങ്ങൾ വായിക്കുവാനൊക്കെ ഞങ്ങൾക്ക് ആഗ്രഹം തരണമേ, അതിനുള്ള സന്ദർഭം തരണമേ, അതിനുള്ള കൃപ തരണമേ. കന്യകാമറിയമേ, ഈശോയെ പറ്റിയുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കാനായി ചിന്ത സമർപ്പിച്ച മറിയമേ, ചിന്തയും ഭാവനയും ഈശോയെ പറ്റി മാത്രമാക്കിയ ദൈവമാതാവേ, ഞങ്ങൾക്കും കർത്താവിന്റെ തിരുമുമ്പിൽ തന്നെ അബ്രാഹത്തോട് ദൈവമായ കർത്താവ് കൽപ്പിച്ചതുപോലെ 17:1 നീ എന്റെ മുൻപിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായിരിക്കുക. കർത്താവ്, അങ്ങയുടെ മുൻപിൽ അങ്ങയുടെ ദൈവരഹസ്യത്തെ ധ്യാനിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് ഞങ്ങളുടെ ഈ നാളുകളെ, ഈ കാലത്തെ ഉപയോഗിക്കാൻ അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.